ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിലെ 10ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. അവൻ ഷെങ്മിയാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മാരേജ് ലൈസൻസ് നോക്കുമായിരുന്നു. ഷെൽഫ് തുറന്ന് ആ ബുക്ക് കയ്യിലെടുത്ത് അത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും അവനൊരു കോൾ വരുന്നുണ്ട്. ചെന്നാണ് അവനെ വിളിക്കുന്നത്. ഇവരുടെ കമ്പനി ഷെങ്മിയാൻ്റെ ഫാദറിന് കൊടുത്ത ആ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, അത് ലോസിലാണ് പോകുന്നത്. അത് കാരണം ഇവരുടെ കമ്പനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായി എന്നും പറഞ്ഞാണ് ചെൻ വിളിക്കുന്നത്. ഷെങ്മിയാൻ്റെ അച്ഛൻ്റെ കമ്പനി ഡെലിവറി ചെയ്ത ബ്രിക്സ് ഉണ്ടല്ലോ, അത് ഡിസ്ക്വാളിഫൈഡ് ആയി, ക്വാളിറ്റി പ്രോബ്ലം ഉള്ളത് കാരണം. അതുകൊണ്ട് ഇവരുടെ കമ്പനിക്കെതിരെ കുറച്ച് ഇഷ്യൂ വന്നു എന്നും പറഞ്ഞാണ് അവൻ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫു യങ് ചാൻ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അവളോടും അവളുടെ ഫാമിലിയോടും. ഇവളാണെങ്കിൽ ആദ്യം ഡിവോഴ്സ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ട് പിന്നെ അതിൽ നിന്നും പിന്മാറിയല്ലോ. പോരാത്തതിന് അവളുടെ അച്ഛനും അമ്മയും കൂടി ഇവൻ്റെ അടുത്ത് ഒരുപാട് അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ. അതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഇവൻ അവരോട് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട്. ഇപ്പോൾ അവരെല്ലാവരും തന്നെ ഫാമിലി മൊത്തത്തിൽ കാശിന് മേൽ അത്യാഗ്രഹമുള്ള ആൾക്കാരാണ്. ഇന്ന് തന്നെ ഇതെല്ലാം വെച്ച് അവസാനിപ്പിക്കണം. ഞാൻ അവരോട് ഒരുപാട് സോഫ്റ്റായിട്ട് പെരുമാറുമായിരുന്നു, പക്ഷേ ഇനി അതുണ്ടാവില്ല. ഇന്ന് മുതൽ നമ്മുടെ ആ കമ്പനിയുമായിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും വിത്ഡ്രോ ചെയ്യണം എന്ന് ഫു പറയുകയാണ് അവനോട്. അത് കഴിഞ്ഞ് കോൾ കട്ട് ചെയ്യും. അപ്പോൾ അവൻ്റെ കയ്യിൽ ഈ മാരേജ് ലൈസൻസ് ഇരിപ്പുണ്ടല്ലോ. അവരോട് ഫാമിലിയോട് മൊത്തത്തോടെ ദേഷ്യം തോന്നുന്നത് കാരണം അവൻ പിന്നെ തുറന്നു നോക്കാനൊന്നും നിൽക്കുന്നില്ല. അതതുപോലെ ഷെൽഫിനകത്തേക്ക് അങ്ങ് തിരിച്ചിടുകയാണ്. ഇവിടെ അതിനുശേഷം ഷെങ്മിയാൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഫു ആണ് മെസ്സേജ് അയക്കുന്നത്. അവനെ ഉടനെ തന്നെ ഡിവോഴ്സ് ചെയ്യണം, ഡിവോഴ്സ് വേണം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിട്ടുള്ള എല്ലാ ബിസിനസ് പാർട്ട്ണർഷിപ്സും അവൻ കട്ട് ചെയ്യും എന്നാണ് അവൻ മെസ്സേജ് ഇട്ടേക്കുന്നത്. അവൾ ആ മെസ്സേജ് കണ്ടിട്ട് അതിന് ഓക്കെ എന്നും പറഞ്ഞ് റിപ്ലൈ കൊടുക്കും. അപ്പോഴേക്കും അവളുടെ രണ്ടാനമ്മ അങ്ങോട്ടേക്ക് വരികയാണ് അവളുടെ അടുത്തേക്ക്. രണ്ടാനമ്മ ആകിയ ദേഷ്യത്തിലുമാണ്. അവളോട് വന്നിട്ട് പറയും, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വിവരമില്ലാത്ത പെൺകുട്ടി നീയാണ്. നീ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ നിനക്കുണ്ടായിരുന്ന ആ എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, വെൻഷാവോ, അവൻ നമ്മുടെ ഫാമിലിയെ യാതൊരു തരത്തിലും സപ്പോർട്ട് ചെയ്തില്ല. അവസാനം നിനക്കൊരു ലക്കി ചാൻസ് കിട്ടിയതാ. ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനായ ഫു യങ് ചാനെ തന്നെ നിനക്ക് കല്യാണം കഴിക്കാനായിട്ട് സാധിച്ചു. എന്നിട്ട് ആ വള്ളി പറ്റിപ്പിടിച്ച് കയറാനായിട്ട് ശ്രമിക്കാതുണ്ട്. നീ അതൊക്കെ വേണ്ടാന്ന് വെക്കാൻ പോവുകയാണോ? നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ആകുമെന്നാ, ആര് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമെന്നാ? അതൊക്കെ കേൾക്കുമ്പോൾ ഷെങ്മിയാനും ദേഷ്യം വരുന്നുണ്ട്. അവൾ പറയും, എൻ്റെ മാരേജ് ലൈഫിൽ നിങ്ങൾ ഇടപെടാൻ വരണ്ട. നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമാണ് നമ്മുടെ കമ്പനിക്ക് നീ ഒരു അവസ്ഥ വന്നേക്കുന്നത്. അത് എൻ്റെ തലയിലെ കൊണ്ടിടാനായിട്ട് വരണ്ട. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഞാൻ എന്തായാലും ഫു യങ് ചാനെ ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാണ് പോകുന്നത്. അതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴേക്കും രണ്ടാനമ്മ പറയുന്നുണ്ട്, നീ കാരണം ഞങ്ങളുടെ കുടുംബം കൂടി നശിക്കാനാണ് പോകുന്നത്. ഷെങ്മിയാനാണെങ്കിൽ അവിടെ നിന്ന് നേരെ വരുന്നത് ഗ്രാൻഡ് പേയുടെ അടുത്തേക്കാണ്. ഗ്രാൻഡ് പേയോട് അവളുടെ ഡിവോഴ്സിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് പേ പറയുന്നുണ്ട്, നീ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം പറയാനാണെങ്കിൽ എനിക്കതിനെക്കുറിച്ച് താല്പര്യമില്ല. എനിക്കറിയാം നീ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്, പക്ഷേ ഒരു ഡിവോഴ്സ് അതിനെല്ലാം പരിഹാരമാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഷെങ്മിയാൻ പറയാണ്, ഇല്ല ഗ്രാൻഡ് പാ, ഫു ആണെങ്കിൽ എന്നെ മൊത്തത്തിൽ ഹേറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രാൻഡ് പാ പറയും, അവന് കുറച്ച് ദേഷ്യം കൂടുതലാണ്, പോരാത്തതിന് അവൻ നിന്നോട് ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് കാര്യമായിട്ട് എടുക്കണ്ട, ഞാൻ അവനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. എന്നിട്ട് ഗ്രാൻഡ് ചോദിക്കുന്നുണ്ട്, നിനക്ക് പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറയുന്നത്, നീ പണ്ടത്തെ നിൻ്റെ കോളേജിലെ എക്സ് ബോയ് ഫ്രണ്ടുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ? അവനെ നിനക്ക് മറക്കാൻ പറ്റുന്നില്ലേ? അപ്പം മിയാൻ പറയും, ഗ്രാൻഡ് പാ, അതൊന്നുമല്ല, അവനുമായിട്ട് എനിക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഗ്രാൻഡ് പാ പറയും, അതേതായാലും നന്നായി. പിന്നെ മോളെ, ഡിവോഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇനി അതിനെക്കുറിച്ച് നീ ചിന്തിക്കാതിരിക്കുന്നത് നല്ലത് എന്നും പറഞ്ഞ് ഗ്രാൻഡ് പാ അവിടെ നിന്ന് പോകും. അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് ഫോണിൻ്റെ മെസ്സേജ് വരികയാണ്. ഇപ്പോൾ അവൻ പെന്നിക്കാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. പെന്നി, ഇന്ന് നമുക്ക് നൈറ്റ് ഡിന്നറിന് പോവാം, ഞാനൊരു റിസർവേഷൻ ചെയ്തിട്ടുണ്ട്, നീ അങ്ങോട്ടേക്ക് വരണം എന്നും പറഞ്ഞ് മെസ്സേജ് ഇടും. അവളെ മെസ്സേജ് നോക്കാത്തത് കാരണം അവൻ അവളുടെ ഓഫീസിലേക്ക് വരികയാണ്. അവിടെ വന്ന് ഫ്രണ്ട് സ്റ്റാഫിനോട് സംസാരിക്കുമ്പോൾ അവളിന്ന് ഓഫീസിൽ വന്നിട്ടില്ല എന്ന് പറയും. നാളെയും വരില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവനൊരു ചെറിയ ഡൗട്ട് കാരണം അവളുടെ ഓഫീസിനകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട് അവൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് അവൾ അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവൻ പുറത്തു പോകുന്നത്. പക്ഷെ അവൾ ഉണ്ടായിരുന്നു. അവൾ ഒളിച്ചിരിക്കുകയായിരുന്നു. അവനെ കാണണ്ടാന്ന് മനഃപൂർവ്വം വിചാരിച്ച് അവൾ മാറിയിരുന്നതാണ്. അത് കഴിഞ്ഞ് അവൾ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഇറങ്ങുമ്പോഴത്തേക്കും അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവനവിടെ നിൽക്കുന്നത് കാരണം അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവൻ ഇത്രയും നേരം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്ന് അവൾ ചിന്തിക്കും. അവൻ ചോദിക്കും, നീ എന്തിനാ എന്നെ കാണുമ്പോൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നേ? അവൾ പറയും, ഒന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അവൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്താ എൻ്റെ കണ്ണി നോക്കി സംസാരിക്കാത്തത്? പെന്നി പറയും, എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്ക് പിന്നെ എപ്പോഴേലും സംസാരിക്കാമെന്നും പറഞ്ഞ് അവളിങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ പിടിച്ച് നിർത്തുകയാണ് അവളെ. എന്നിട്ട് പറയും, നിൻ്റെ മനസ്സിലുള്ളതെല്ലാം നീ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് പോയാൽ മതി. നിനക്കറിയാം ഞാൻ നിന്നോട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നിനക്കറിയാം.
അവൾ പറയും എനിക്കെങ്ങനെ അറിയാനാ നിങ്ങളെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഫു പറയും നീ ചുമ്മാ ദേഷ്യപ്പെടാതിരിക്കുക. പെന്നി പറയും നിങ്ങളെൻ്റെ ക്ലയൻ്റാണ്, എൻ്റെ ക്ലയൻസിനോട് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഫു പറയും ഞാൻ നിൻ്റെ ക്ലയൻറ്റ് മാത്രമാണോ, നീ എന്നെ അങ്ങനെയാണോ കാണുന്നത്? അപ്പോൾ അവൾ അതിന് മറുപടിയൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഫു പറയും ഇതിപ്പോൾ സമയം രാത്രി 12 മണിയായി, ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ട് അവരന്ന് സെലക്ട് ചെയ്തില്ലേ ആ നെക്ലസ്, അത് കാണിക്കുകയാണ് അവളെ. അപ്പോൾ അവളിങ്ങനെ ഷോക്കാവും, അവൾക്ക് സന്തോഷമാവുന്നുണ്ട് അത് കാണുമ്പോൾ. ഇത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെക്ലസ് അല്ലേ, നീ തന്നെ സെലക്ട് ചെയ്തതാ, ഇത് ഞാൻ നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഡിന്നർ പാർട്ടിക്ക് തരാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നീ അതിനൊന്നും സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ അവൾ പറയും ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്, ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ പറയും എനിക്ക് ശരി അക്സെപ്റ്റ് ചെയ്യേണ്ട, ഞാനത് കളഞ്ഞേക്കാമെന്നും പറഞ്ഞിങ്ങനെ എറിയും. അപ്പോൾ പെന്നി പറയും നീ എന്ത് പണിയാണ് കാണിച്ചത്, എന്തിനാ കളഞ്ഞേ എന്നും പറഞ്ഞ് അത് എടുക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ അവൻ പിടിച്ച് വീണ്ടും നിർത്തുവാണ്. എന്നിട്ട് അവൻ എൻ്റെ കയ്യിലിരിക്കുന്ന നെക്ലസ് കാണിക്കും. അത് അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, അവനത് കളഞ്ഞില്ലായിരുന്നു. ഇത് കണ്ടിട്ട് അവൾ എന്തെങ്കിലും സംസാരിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ അവൻ അവളെ പിടിച്ച് കിസ് ചെയ്യാണ്. അത് ഒരു 1 hour ലോങ് കിസ് തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് അവരെ കാണിക്കുന്നത് റൂമിലാണ്. റൂമിലും അവൻ അതേ പരിപാടി കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അവൾ അവനെ സ്റ്റോപ്പ് ചെയ്യും. കാരണം അവളുടെ മനസ്സിലൂടെ അപ്പോൾ ഓടുന്നത് അവൻ ഇന്ന് രാവിലെ മെസ്സേജ് അയച്ച കാര്യങ്ങളാണ്. ഇവളുടെ ഫാമിലി മൊത്തത്തിൽ തട്ടിപ്പാണ്, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത്, ഡിവോഴ്സ് ചെയ്യാതെ ഇവൾ നിൽക്കുന്നതിന് കാരണവും അത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചായിരുന്നല്ലോ. അതാണ് അവളുടെ മനസ്സിൽ. അപ്പോൾ പെട്ടെന്ന് ഇവനെ അവോയ്ഡ് ചെയ്യാനും പറ്റുന്നില്ല, അവനാണെങ്കിൽ പുറകെ ഒന്നും മാറുന്നുമില്ല. അങ്ങനെ അവളൊരു ഐഡിയ കാണും. അവൾ പറയും എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്. അത് കേൾക്കുന്നതും അവനിങ്ങനെ ഷോക്കായിട്ട് അവൾ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കും നീ എന്താ പറഞ്ഞതിപ്പോൾ? പെന്നി പറയും ഞാൻ മാരീഡാണ്, എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ അവൻ ശരിക്കും ഷോക്കാവുന്നുണ്ട് കേട്ടോ. ആ സമയം അവൾ അവനെ പിടിച്ച് തള്ളി മാറ്റും. അപ്പോൾ അവന് കുറച്ച് ചെറുതായിട്ട് അത് കേൾക്കുമ്പോൾ ഒന്ന് ദേഷ്യവും വരുന്നുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് ആരാ നിൻ്റെ ഹസ്ബൻഡ്? അവൾക്ക് പെട്ടെന്ന് പറയാനായിട്ട് ആൻസറും ഇല്ലല്ലോ. പെട്ടെന്ന് ഐഡിയ തോന്നിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് ഹസ്ബൻഡ് ഉണ്ടെന്ന്. അങ്ങനെ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൾക്കൊരു കോള് വരും. അത് അവളുടെ സ്റ്റുഡിയോയിലുള്ള മറ്റേ ഫ്രണ്ട് ഉണ്ടല്ലോ അവനാണ്. കോൾ എടുത്തിട്ട് അവൾ അഭിനയിക്കാൻ തുടങ്ങും. ഹഞ്ചിങ് നീ പറയൂ, ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് നീ വന്നോ? നേരത്തേക്ക് പോയി ബെഡിൽ കിടക്കണം കേട്ടോ, രാത്രി വൈകിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്, ഞാൻ അവിടെ ഇല്ലയെന്ന് കരുതി നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ അവളിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ ഇവളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഉടനെ വിചാരിക്കും അവളുടെ ആ ഫ്രണ്ടാണ് ഇവളുടെ ഹസ്ബൻഡ് എന്ന്. അവനാണോ നിൻ്റെ ഹസ്ബൻഡ് എന്ന് ഉടനെ അവൻ ചോദിക്കും. അപ്പോൾ അവൾ വിചാരിക്കുക ഇത് തന്നെ ഐഡിയ എന്നും പറഞ്ഞിട്ട് അവനാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയും. അവനാകെ ദേഷ്യം വരുന്നുണ്ട്. അവൻ ചോദിക്കും നീ എന്തിനാ എന്നോട് മറച്ചു വെച്ചേ, എന്തേ നേരത്തെ എന്നോട് പറയാതിരുന്നേ? അപ്പോൾ അവൾ പറയും സോറി മിസ്റ്റർ ഫു, നിങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ഞാൻ ഇനി നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കത്തില്ല എന്നൊക്കെ പറയും. നമ്മുടെ ഇടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. ഞാനും അങ്ങനെ വിചാരിച്ചോളാം. പിന്നെ ഇപ്പം നടന്നത് അതും മറന്നേക്കൂ, ഞാനും മറന്നേക്കാം. എന്നിട്ട് അവിടെ ആ ബെഡിൽ കിടക്കുന്ന നെക്ലസ് അവൻ്റെ കൈ കൊടുക്കും. ഇത് ഭയങ്കര പ്രഷ്യസ് ആണ്, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തന്നെ ഇത് തിരിച്ചെടുത്തോളൂ എന്നും പറഞ്ഞ് അതും അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പാവമുണ്ട് കേട്ടോ. നമ്മുടെ ഫു ആണെങ്കിൽ ആകെ ഹാർട്ട് ബ്രോക്കൺ ആയി പോവും. അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ട് അവന് ഒന്നും പറയാൻ പറ്റാണ്ട് നിൽക്കുകയാണേ. അവന് വിഷമം സഹിക്കാൻ വയ്യാണ്ട് അവൻ അവിടെ നിന്ന് പോവുകയാണേ. കാരണം അത്രയ്ക്കും അധികം അവനവളെ സ്നേഹിച്ചു ഈ സമയം കൊണ്ട്. പക്ഷെ അവൻ അറിയുന്നില്ലല്ലോ അവൻ്റെ വൈഫാണ് അവളെന്ന്. അവൻ ആ മാരേജ് ലൈസൻസ് തുറന്ന് നോക്കിയിരുന്നെങ്കിൽ അവനൊന്നും നോക്കണ്ടായിരുന്നു, അവൻ്റെ വൈഫാണ് അവളെന്ന് ഉറപ്പായിട്ടും തിരിച്ചറിഞ്ഞേനെ. അത് കഴിഞ്ഞ് അവൻ നേരെ വീട്ടിൽ പോവും. വീട്ടിൽ വന്നിട്ട് അവൻ 2 എണ്ണം അടിക്കുകയാണ്. അവൻ ആകെ വിഷമത്തിലാണ്. മിയാനും ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുകയാണ് നമുക്കൊരിക്കലും ഇപ്പോൾ ഒന്നാവാനായിട്ട് സാധിക്കില്ല, കാരണം അവന് ഒരിക്കലും ഷെങ്മിയാൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അവളുടെ മനസ്സിലെ ചിന്ത. ഇവർ ഫ്യൂച്ചറിൽ ഇനി ഒന്നാവുകയാണെങ്കിൽ പോലും അവരുടെ ജീവിതം ടഫായിരിക്കും, കാരണം അവൻ്റെ അമ്മയ്ക്കും അവളെ ഇഷ്ടമല്ലല്ലോ, അവളുടെ ഫാമിലിയെയും ഇഷ്ടമല്ല. അപ്പം ഒരുമിച്ച് ജീവിക്കുന്നതിന് വളരെ കഷ്ടമായിരിക്കും എന്നവൾ വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൾ പിറ്റേ ദിവസം ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പോഴേക്കും അവൾക്കൊരു കോള് വരും. അത് അവളുടെ ഫ്രണ്ടാണ് വിളിക്കുന്നത്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അവളോട് എന്ത് ചെയ്യുക പെന്നി നീ? അപ്പോൾ പെന്നി അറിയും ഞാനിവിടെ ഓഫീസിലുണ്ട്, നീ വേറൊരു കമ്പനിയുടെ പ്രപ്പോസലല്ലേ അതെനിക്ക് അയച്ചു തരാനായിട്ട് അവനോട് പറയും. അവൻ പറയും ഞാൻ ഇപ്പം തന്നെ അയച്ചേക്കാം. അത് പോട്ടെ, ഞാനിപ്പോൾ വിളിച്ചെന്തിനാണെന്നറിയാമോ? ഒരു കാര്യം പറയാനാ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിനക്കറിയാവോ? അവൾ ചോദിക്കും നീ എവിടെയാണ് നിൽക്കുന്നത്? അവൻ പറയും ഞാനിപ്പോൾ ഫു യങ്ചാങ്ങിൻ്റെ വില്ലയിലായി നിൽക്കുന്നത്. അത് കേൾക്കുന്നതും അവളാകെ ഞെട്ടിപ്പോവാണ്. കാരണം ഇവനെയാണ് അവളുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞേക്കുന്നത് ഫുയോട്. ഇനി ഇവൻ അവിടെ പോയി എല്ലാം തകിടം മറിക്കോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.